ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈരാറ്റുപേട്ടയിലെ ഗോഗ്രിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ അൽഫാം കുഴിമന്തി കഴിക്കാൻ പോകുന്ന വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആംബിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആംബിയൻസ് ആണ്. നമ്മൾ അത്യാവശ്യം പോയിട്ടുള്ള ടൈം സോണും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എറൗണ്ട് ഒരു 9:45 ആ ഒരു 10 മണി റേഞ്ച് ആയിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റഷ് ഉണ്ടായിരുന്നു. പിന്നെ സ്പേഷ്യസ് ആണ് കേട്ടോ. ഓർഡർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സലാഡും മയോണൈസൊക്കെ വന്നിട്ടുണ്ട്. അതായത് കുക്കുംബറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കുംബറൊക്കെ എടുത്ത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കുറച്ച് സംസാരിച്ച് അങ്ങ് നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി 3 പേരും കൂടെ ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ബ്രദേഴ്സായിട്ട് പോയി ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ മിക്കപ്പോഴും മാഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ എന്താ പറയുക, നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. നമ്മുടെ സൈഡായിട്ടുള്ള കുക്കുംബറും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ചെറുതായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അൽഫാം മന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അൽഫാം മന്തി ഞാൻ കഴിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അല്ലാണ്ട് ബീഫ് മന്തിയും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഈരാറ്റുപേട്ടയിൽ അത്യാവശ്യം നല്ല എന്താ പറയുക കുഴിമന്തി കിട്ടുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സർവീസും ആംബിയൻസും ഒക്കെ ഫൈൻ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മന്തി വരാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തോന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് അത്ര വലിയ മടുപ്പൊന്നും തോന്നിയില്ല, പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ അൽഫാം മന്തി വന്നിട്ടുണ്ട് കേട്ടോ. ആംബിയൻസ് വൈസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മന്തി വന്നെത്തിയിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു റൈസ് ആണെങ്കിലും. അതോടൊപ്പം തന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുമ്പം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണല്ലോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ റൈസ് ഉണ്ടായിരുന്നു. പിന്നെ സൈഡായിട്ട് നമുക്ക് ചിലയിടത്ത് സലാഡ് വൈസായിട്ട് കിട്ടും, പക്ഷേ ഇവിടെ കുക്കുംബറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ മയണൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോസൊക്കെ. വാഗമണ്ണിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ ടൂറിസം, അതായത് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. എക്സാക്ട്ലി സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട കടുവാമൊഴി എന്ന് പറഞ്ഞ സ്പോട്ടിലാണ്. ഗോഗ്രിൽ എന്നാണ് റെസ്റ്റോറൻറ്റ് നെയിം. ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ടേസ്റ്റ് വൈസ് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫൈനായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫുഡ് വൈസ് ആണെങ്കിലും ഈവൻ സർവീസ് ആണെങ്കിലും ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. നല്ല സർവീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ ആംബിയൻസ് വൈസ് ആണെങ്കിലും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആംബിയൻസ് ആണോ ചോദിക്കുകയാണെങ്കിൽ ഓവർ കാം ആൻഡ് ക്വയറ്റ് അല്ല, എന്നാൽ ഫാമിലി ആയിട്ട് നമുക്ക് സേഫായിട്ട് കയറി ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പേഷ്യസ് ആണ്. ഈവൻ നമ്മൾ പിക്നിക്കൊക്കെ പോകുമ്പം ഇപ്പോൾ ഫാമിലി ടൂറൊക്കെ പോകുകയാണെങ്കിൽ കുറേ ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അത്രയും ആൾക്കാർക്ക് എന്താണെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ അവർക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. സ്പേഷ്യസ് വൈസ് പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഹോണസ്റ്റ്ലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നല്ല അടിപൊളി കുഴിമന്തി ആയിരുന്നു. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുക കേട്ടോ. മറക്കണ്ട, ഗോഗ്രിൽ എന്നാണ് റെസ്റ്റോറൻറ്റ് നെയിം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതിയെ, അതായത് പാഴ്സൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കും കൂടെ വേണ്ടിയിട്ട്. അങ്ങനെ പാഴ്സലൊക്കെ വാങ്ങി ഫൈനലി നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ പുഡിങ്ങും അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേക്കൊക്കെ കുടിക്കണം എന്ന് പ്ലാൻ ഇട്ടിരുന്നു കേട്ടോ. പക്ഷെ അത് ഞങ്ങൾക്ക് ചെറുതായിട്ട് പാളിപ്പോയി. ഞങ്ങൾ ചോദിച്ചിടത്ത് പുഡിങ്ങും ഷേക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. പിന്നെ നമ്മളൊരു മുന്തിരി ജ്യൂസൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.